I'm at Mepadi Juma Masjid where 53 dead bodies have been brought here in last 2 days, of which 38 bodies were buried here. Joining me is the Masjid's committee, President Muhammad Kuti Haji. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ 53 ബോഡി 53 ബോഡി വന്നു. അപ്പം ഇവിടെ തന്നെ മറവ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞങ്ങൾ വലിയ ജുമാ മസ്ജിദ് ആയതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ബോഡി മറവ് ചെയ്തിട്ടുണ്ട്. ഇനി വരാനുള്ള ബോഡിക്കുള്ള കവറെല്ലാം കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനെല്ലാവരും സന്നദ്ധ സംഘടനകളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു 10-200 ആൾക്കാരുണ്ടാവും എല്ലാം. സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെ അറിയാം. സ്ത്രീകൾ പാർട്ടിഷൻ ചെയ്തില്ല. ബോഡി വന്നതേ ഞങ്ങൾക്ക് അറിയുള്ളൂ. മയ്യത്ത് ഇത്ര ഡിവൈഡ് ചെയ്തില്ല. അതിൽ 10 സ്ത്രീകളുടെ മേളുണ്ടാവും, കുട്ടികളുണ്ടാവും, കുട്ടികളുണ്ടാവും ഒരു 10 മുകളിൽ. പിന്നെ ബാക്കിയൊക്കെ വലിയ ബോഡികളാണ്. ഇനി വരാൻ കിടക്കുന്നുണ്ട്. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു അസൗകര്യം എല്ലാവരും കൂടി വരുമ്പോഴേ ഞങ്ങൾക്കത് കോർഡിനേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറേ ഡിവൈഡ് ചെയ്ത് കുറച്ച് ഇവിടെ കാപ്പങ്കുല്ലി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വിട്ടിട്ടുണ്ട്, നെല്ലിമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വിട്ടിട്ടുണ്ട്, അരപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വിട്ടിട്ടുണ്ട്, റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വിട്ടിട്ടുണ്ട്, ചെമ്പോത്ര, അങ്ങനെ അടുത്തടുത്തുള്ള മഹലുകൾക്കൊക്കെ പോയിട്ടുണ്ട് ബോഡികൾ. ബാക്കിയുള്ളത് ഇവിടെ ചെയ്യുന്ന സൗകര്യം നോക്കിയിട്ടാണ് അങ്ങനെ വിട്ടിട്ടുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വരാനാവുന്നേ ഉള്ളൂ. കുറേ ബോഡി ഉണ്ടെന്നാണ് പറയുന്നത്. വന്നാലേ അറിയുള്ളൂ കറക്റ്റ്. എവിടെ നിന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്? പോസ്റ്റ്മോർട്ടം ഇവിടെ പഞ്ചായത്തിൽ വെച്ചിട്ട്, പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളുണ്ട്, ഹോസ്പിറ്റലുണ്ട്. അവിടുന്ന് കുളിപ്പിച്ച് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് മസ്ജിദിലോട്ട് വിടുന്നത്. കുളിപ്പിക്കാൻ മീറ്റ് എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുക പറഞ്ഞാൽ വെള്ളത്തിന് ചളിയൊക്കെ അടിച്ച് കളയുക. പിന്നെ മതപരമായിട്ടുള്ള കുളിപ്പിക്കലൊക്കെ വിടുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കവറടക്കം ഉള്ളത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വിടുന്നതാണ്, ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വിടുന്നതാണ്. അവർ ബന്ധുക്കളെ നോക്കിയിട്ട് ഇങ്ങോട്ട് വിടുന്നതാണ് ഞങ്ങളിവിടെ സ്വീകരിക്കുന്നത്. ബന്ധുക്കളും എല്ലാം ഉണ്ടാകും ഇവിടെ തന്നെ. ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ, അതിൽ ബാധകപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബോഡി കിട്ടിയാൽ കുളിപ്പിച്ച് മയ്യത്ത് മറവിടാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഏകദേശം, അതായത് ഇനി കിട്ടാനുള്ള കാണാതായിട്ടുള്ള ഏകദേശം എത്ര പേരുണ്ടാവും ഇവിടെ? അതൊരു 300 മേളിലുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഇന്ത്യക്കാരും നേപ്പാൾ പള്ളിയിലല്ല, പുറത്തുനിന്ന് വന്ന് മൊത്തത്തിൽ പള്ളിയിൽ എത്ര ഉണ്ടാവും എന്ന് പറയാം. 100ന്റെ മേലൊക്കെ ഉണ്ടാവും. കറക്റ്റ് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഓൾറെഡി ഇവർ ഈ ബാല്യകാരല്ല, അവർ മുണ്ടക്കൈ, ചൂരൽമല ആ ഭാഗത്ത് താമസിക്കുന്നവരാണ്. അവരെ ഇവിടെ വെച്ച് കോർഡിനേറ്റ് ചെയ്യാണ്. ഈ ബോഡികളടക്കം മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കോർഡിനേറ്റ് ചെയ്യാണ്. അല്ലാതെ കണ്ടിട്ട് ഇവർ ഈ മാലിൽ ഇവിടെ സ്ഥിര താമസക്കാരല്ല. അവർ താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്നൊക്കെ അവിടെ തന്നെയാണ്. അവിടുന്ന് പോയവരെ നമ്മൾ ഇവിടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യും. അവിടെ സൗകര്യമില്ല. മണ്ണിടിച്ചിലൊക്കെ ആയിട്ടേ കുളിപ്പിക്കാനും മസ്ജിദെല്ലാം ഒക്കെ ഒഴുകിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യാർത്ഥം എല്ലാവരും ഇങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ വേണ്ട സഹായം ഞങ്ങൾ ചെയ്യാം. മേപ്പാടി This is Entin who has lost his 5 members of his family. എത്ര പേര് കുടുംബത്തിൽ? 6 പേര്. മകള്, 3 മക്കള്, മരുമകന്, മരുമകൻ്റെ ഉമ്മ. അവര് അവിടെ സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നവരുന്ന. മകൾക്ക് എത്ര വയസ്സാണ്? കുട്ടികൾ ഒരാൾ 19 വയസ്സ്, ഒരാൾ 16 വയസ്സ്, 15 വയസ്സ്, ഒരാൾ 13 വയസ്സ്. മകൾക്ക് ഒരു 30 വയസ്സുണ്ടാവും. 30-35 വയസ്സുണ്ടാവും. മരുമകന് ഒരു 50 വയസ്സ്, 45-50 വയസ്സ്. അവിടെ പോയിരുന്നു ഇതിന് ശേഷം? അവിടെ പോയിരുന്നു. അവിടുന്ന് നമ്മളെ വലിയ മരുമകൻ പോയിനി. അവിടെ അങ്ങോട്ട് റോഡായിട്ടില്ല, പാലടുന്നുള്ളൂ. വീടൊന്നും സാധനമല്ല അവിടെ. ജുമാ മസ്ജിദിൻ്റെ താഴെയാണ് ജുമാ മസ്ജിദ് പോന്ന്. പിന്നെ 3 വീടും കാണുന്നില്ല. അവരെന്ത് ചെയ്യായിരുന്നു? ജോലിയൊക്കെ എന്താ? മരുമകൻ ഇവിടെ കടയിൽ ജോലി ചെയ്യുന്നുണ്ട്. മകള് വീട്ടിലെ കുട്ടികൾ പഠിക്കുക. മൂന്നാമത്തെ ലാബ് ടെക്നീഷ്യൻ പഠിക്കുന്നുണ്ട്. ഒരാൾ SLC 9ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. ഒരാൾ 4ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. 3 മക്കളും പഠിക്കുന്നു. ഉമ്മ 70 വയസ്സ്.